ഹലോ ഗൈസ്, അങ്ങനെ വേറൊരു സിനിമ കണ്ടു. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ 10,000 വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഈ സിനിമയിലും അത് പറയുന്നുണ്ട്, ചെരുപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ, സിനിമയിലേക്ക് പറയുകയാണെങ്കിൽ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് കാണാം കാണാതിരിക്കാം, ഒക്കെ ഇറ്റ്സ് അപ് ടു യു. പക്ഷേ എനിക്കിത് എന്നിൽ നിന്ന് പ്രേക്ഷകന് ഒട്ടും കണക്റ്റ് ആയില്ല വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാനൊരു ഭയങ്കര ഒരു ഫിലിം ക്രിറ്റിക് റിവ്യൂവറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു മെൻ്റൽ ഹെൽത്തിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൊലിപ്പിക്കാം. പക്ഷേ ആസ് എ പ്രേക്ഷകൻ ആദ്യം സിനിമ മനസ്സിലാവണം. നമ്മൾ തിയേറ്ററിൽ പോണത് എന്തിനാ? മനസ്സമാധാനമായിട്ട് 2 മണിക്കൂർ, ഒരു 3 മണിക്കൂർ ചിരിക്കുക. അല്ലെങ്കിൽ വേണ്ട, കുറച്ച് ഇപ്പോൾ ട്രാഫിക് സിനിമ കാണുമ്പോൾ നമുക്ക് ചിരിക്കാനൊന്നുമില്ല, ടെൻഷൻ അടിക്കുക. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ത്രില്ലിങ് എലമെൻറ്റ് വേണം. ഇതിലൊന്നുമില്ല. ഇതിലെന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും എടുത്ത് പറയാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലാവാത്തത്, എനിക്കിത് ഡയറക്റ്റഡ് ബൈ അൽത്താഫ എന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലാവാത്തത് ഈ ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ, ലാൽ, സുരേഷ് കൃഷ്ണ, ധ്യാൻ ശ്രീനിവാസൻ, ഇവരുടെ ഒക്കെ ഡേറ്റും ഇവരെല്ലാവരും ഈ സിനിമയിലുണ്ടായിട്ട് എൻ്റെ പൊന്നളിയായി എന്താ ഉദ്ദേശിക്കണേ എന്നാണ് എനിക്ക് മനസ്സിലാത്തത്. കാരണം 2-2.5 മണിക്കൂർ സിനിമ കണ്ടിട്ട് ആസ് എ പ്രേക്ഷകൻ, നോർമൽ ഒരു സിനിമ കാണാൻ നമ്മളെപ്പോലെ സാധാരണക്കാർ സിനിമയിൽ പോയിരിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു തമാശയോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ എന്തെങ്കിലും ഒരു ഫീല് വേണ്ടേ? ഇത് ഒന്നുമില്ല. എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആൾ പറയായിരിക്കും. പക്ഷേ എനിക്ക് മനസ്സിലായത് ഒരു മെൻ്റൽ ഹെൽത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു സിനിമയാണെന്ന് തോന്നുന്നു. ഇതിൽ ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഡിപ്രഷൻ അടിച്ചവരെല്ലാം കയറും വാങ്ങി ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ കയറ് വാങ്ങി ഫാനുമേ കെട്ടി തൂങ്ങി ചാവാനുള്ള ടെംപ്റ്റേഷൻ ഉള്ള ആൾക്കാരാണ് എന്ന് എനിക്ക് ഫീലില്ല. എന്താണ് ചെയ്ത് വെച്ചേക്കണേ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ വിവരിക്കുമെന്നും പറയാൻ പറ്റില്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. അതായത് ഇപ്പം നമ്മൾ നോർമൽ പ്രേക്ഷകന്, ഇപ്പം നമ്മളെപ്പോലെ ഫിലിമിനങ്ങനെ സിനിമ കാണുമ്പോൾ മൊത്തം ഈ ഒരു സീനിനെ ഡീകോഡ് ചെയ്യുക, ഈ ഒരു സീൻ അങ്ങനത്തെ പരിപാടി ഇല്ലാത്തൊരു നോർമൽ ഒരു മനുഷ്യൻ സിനിമ കണ്ട അയാൾക്ക് തോന്നുന്നത് എന്താ? നായകനും നായികയും ആദ്യം തന്നെ വരുന്നു. അത് കഴിഞ്ഞ് നായകൻ്റെ അടുത്ത് സ്വപ്നം കണ്ട കാര്യം പറയുന്നു. ഒരു സുപ്രഭാതത്തിൽ നായകൻ കോമയിലാവുന്നു. അത് കഴിഞ്ഞ് നായകൻ കോമയിൽ തിരിച്ചു വരുമ്പോൾ നായകൻ വേറൊരാളുടെ അടുത്ത് നായകൻ കണ്ട സ്വപ്നം പറയുന്നു. ഈ കഥ പറച്ചിൽ തന്നെ, കഥയുടെ ഉള്ളിൽ ഇവർ പരസ്പരം കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്നെങ്കിൽ ഈ സിനിമയുടെ സംഭവം നമ്മളായിട്ട് കണക്റ്റ് ആവണം, സിനിമയുടെ കഥാപാത്രങ്ങൾ നമ്മളായിട്ട് കണക്റ്റ് ആവണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കഥാപാത്രങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ വേണം സിനിമയിൽ. ഇതൊന്നുമില്ലടേ. എന്തുവാടേ ഇത്? സത്യം പറഞ്ഞാൽ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഓണം സീസൺ, ഞാനൊരു സിനിമ കണ്ടതിൻ്റെ പിറ്റേ ദിവസം കണ്ട സിനിമയാണ്. ഫുള്ളി പോയി. നമ്മളൊരു ഭക്ഷണം കഴിച്ചിട്ട് വേറെ എന്തെങ്കിലും കഴിച്ചാൽ പറയില്ല, ആ ഭക്ഷണത്തിൻ്റെ ഒരു ടേസ്റ്റ് പോയി വായിരുന്നു. ഫുള്ളി ഡിസപ്പോയിൻറ്റഡ് ആണ് ഞാൻ. ഇതെങ്ങനെ ഇത്ര ആൾക്കാരുടെ ഡേറ്റ് കിട്ടി? ഈ ഫഹദ് ഫാസിൽ എപ്പോഴും സെലക്റ്റീവായി എടുക്കുന്ന ഒരാളാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ സിനിമ കാണാൻ പോണത്. പക്ഷേ റിയലി ഡിസപ്പോയിൻറ്റഡ്. ഇതിൻ്റെ ചിലപ്പോൾ നല്ലൊരു കോണ്ടെക്സ്റ്റ് ആയിരിക്കാം ഈ ഒരു മെൻ്റൽ ഹെൽത്ത് എന്നൊക്കെ പറയുന്നത്. പക്ഷേ സിനിമയിൽ വന്നേക്കണതൊന്നും എനിക്ക് അത്ര വലിയ രസകരമായി തോന്നിയില്ല. എനിക്ക് ആകെ കൂടി ആ സിനിമ കണ്ടിട്ട് ദുപ്പട്ടവാലി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് എനിക്ക് കേട്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. പിന്നെ ഇതിലത്തെ കോമഡീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര, അപ്പോൾ ഒരാൾ പറയും ചെരുപ്പ്. ഇതൊന്ന്. രണ്ടാമത്തെ കേസ് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാഡി എന്ത് തേങ്ങയല്ല, സോറി, ഡാഡി ആൻഡ് കോക്കനട്ടാണ് പറയണേ. 2. പിന്നെ അവസാനം ഒരു സംഭവമുണ്ട്, ദി എൻഡ് എന്ന് പറയുന്ന എന്തോ ഒരു സംഭവം ടാഗിൽ ഒരു നോവൽ വായിച്ചിട്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാലിന് ദി എൻഡ് എന്നാണ്. ഇതൊക്കെ പഴകിയ സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഒട്ടും ഡൈജസ്റ്റ് ആവണ്ട. ഒന്നാമതേ ആൾക്കാർക്ക്, ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഒന്നും ഈ സിനിമ കണക്റ്റ് ആയിട്ടില്ല, കഥയും കണക്റ്റ് ആയിട്ടില്ല, ഒന്നും കണക്റ്റ് ആയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കോമഡീസ് വരുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനാണ്. ബട്ട് പോയി, കംപ്ലീറ്റ് മൂഡ് പോയി. ഇനി ഇത് മാറ്റാൻ വേറൊരു സിനിമ കാണേണ്ട ഒരു അവസ്ഥയായി. എന്തായാലും ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ റിസ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്കറിയില്ല. എൻ്റെ പ്രേക്ഷകനെ അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. സോ താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓണാടേ, ഓണത്തിനൊന്നും ഇങ്ങനത്തെ റിലീസ് ചെയ്യല്ലേ. മാൻ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.